ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ശേഖരിച്ച് വെച്ച വീഡിയോസാണ്. അതിൽ കുറേ ദിവസങ്ങളിലെ വീഡിയോസ് ക്ലിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റിന് നമുക്ക് കുറച്ച് അൺബോക്സിങ്ങിലേക്ക് പോവാം. ഞാൻ ഈ വീഡിയോ ഏകദേശം വെക്കേഷനിൽ എടുത്തതായിരിക്കും. ഇത് ഞാനൊരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്ത് വെച്ച വീഡിയോസാണ്. പക്ഷേ ഡെസ്ക് മേക്ക് ഓവറൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. അങ്ങനെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്യാൻഡിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡെസ്കിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്യാൻഡിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വെക്കേഷനിൽ എടുത്ത് വെച്ച വീഡിയോ ആണ്, ഇപ്പോഴൊന്നും എടുത്തതല്ല കേട്ടോ. അപ്പോൾ ഞാനിത് മീഷോയിൽ നിന്ന് ആമസോണിൽ നിന്ന് എന്തോ ആണ് ഈ ക്യാൻഡിൽ ഓർഡർ ചെയ്തേക്കുന്നത്. സെൻറ്റഡ് ക്യാൻഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ചെറിയ ക്യാൻഡിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഈ ബോക്സൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വലിയ ക്യാൻഡിലായിരിക്കുമെന്ന്. എന്തായാലും സ്മെല്ലൊക്കെ കിട്ടി, നല്ല സ്മെല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്തപ്പോൾ 60 ഗ്രാം എന്നായിരുന്നു. 30 ഗ്രാം ആയാലും 30 ഗ്രാം ഇതിലും ആയിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒരെണ്ണം കത്തിച്ചൊക്കെ നോക്കി, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഈ എസ്തെറ്റിക് ആയിട്ടുള്ള ഡിജിറ്റൽ ക്ലോക്കാണ്. ഈ വെക്കേഷനായ സമയത്ത് ഞാൻ കുറേ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മിക്ക വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരെണ്ണമാണ് ഈ എസ്തെറ്റിക് ഡിജിറ്റൽ ക്ലോക്ക്. അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങി. ഇതിന് ഏകദേശം ഒരു 700-800 ഉണ്ടായിരുന്നു റേറ്റ് വാങ്ങിയ സമയത്ത്. അങ്ങനെ നമ്മൾ ഇത് തുറന്ന് അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മളിതൊക്കെ കുത്തിയിട്ട് ഓണാക്കി നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. ടൈമൊക്കെ ശരിയാക്കിയത് ഞാൻ ശരിയാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഓണാക്കിയത്. ടൈമൊക്കെ നമ്മൾ ആദ്യം ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത വീഡിയോ എന്ന് വെച്ചാൽ വേറൊരു ദിവസം എടുത്തതാണ്. ഇത്രയും ദിവസം എൻ്റെ ടേബിൾ മേളിലായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ അടിയിൽ റൂമിലത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അതിൽ ഭയങ്കര അഴുക്കായിരുന്നു, അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മേളിൽ പോയിട്ട് ഈ സാധനങ്ങൾ ടേബിളിൽ ഫ്രണ്ടിലൊട്ടിച്ച സാധനങ്ങളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പറിച്ച് അടിയിലത്തെ റൂമിലേക്ക് എല്ലാം വെക്കുകയാണ് നമ്മളിപ്പോൾ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടേബിൾ ഇങ്ങനെയാണ് ഇട്ടിരുന്നത്. എന്നിട്ട് മേളിലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മളിതേ ടേബിളിൽ ഓരോ സാധനങ്ങളായിട്ട് വെച്ച് തുടങ്ങണമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വെച്ചത് ഈ കലണ്ടറാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തത് ജൂലൈയിലാണ് കേട്ടോ, അതുകൊണ്ടാണ് ജൂലൈയിലത്തെ കലണ്ടറാക്കി വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഈ മണി ബോക്സ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ അൺബോക്സ് ചെയ്ത ക്ലോക്കാണ് വെച്ചത്. ഈ ക്ലോക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇങ്ങനെ കറക്റ്റ് ടൈം വരില്ല. മുമ്പ് കറക്റ്റ് ടൈമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഓണാക്കുമ്പോൾ ഇങ്ങനെ ടൈം കറക്റ്റ് ആക്കണം. അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിന് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്ലോക്കൊക്കെ ഓണാക്കി വെച്ച് അതൊക്കെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നമ്മളുടെ ഡെസ്കൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തത് നിർത്തി വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ കസാര അങ്ങോട്ട് ആ സ്ഥലത്തേക്ക് കയറുന്നുണ്ടായില്ല. അപ്പോൾ നമ്മളിതേ ടേബിൾ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് വാപ്പി വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ച്. പിന്നെ എനിക്ക് പിറ്റേ ദിവസം ബയോളജി പഠിക്കാനുള്ളതുകൊണ്ട് നമ്മളത് കഴിച്ചിരുന്ന് പഠിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ വേറെ ഒരു ദിവസം എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇത് നമുക്ക് ഗൾഫിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഹോള് പോലെ കാണിക്കുകയായിരുന്നു. അതിനിടെ ക്യാമറ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു പോയി. അപ്പോൾ കുറേ ലോലിപോപ്പ്, ഷൂസ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, 2 പൗച്ചുണ്ട്. ഇതെൻ്റെ അല്ല, ഇത് അനിയൻ്റെയാണ്. പിന്നെ അടുത്ത് കാണിക്കുന്നതാണ് എൻ്റെ പൗച്ച്. അതിൻ്റെ അകത്ത് ഇപ്പോൾ കുറേ പേന, പെൻസിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. കൊണ്ടുവന്ന പാടത്തന്നെ എടുത്ത വീഡിയോ ആണിത്. കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഈ പേനയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ജസ്റ്റ് അതൊക്കെ ഒന്ന് വെറുതെ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഈ വീഡിയോക്ക് ഭയങ്കര ലെങ്ത്ത് കുറവാണ്. പിന്നെ എനിക്ക് കിട്ടിയ സാധനങ്ങൾ കുറച്ച് ക്യൂട്ട് സാധനങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ പൗച്ചിൻ്റെ പ്രത്യേകത, എൻ്റെ പൗച്ച് ഇത് സെലക്ട് ആക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത് ഇതിന് 2 സിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി വെറൈറ്റി അല്ലേ എന്ന് വിചാരിച്ചെടുത്തതാണ്. പിന്നെ കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഗിഫ്റ്റായിട്ട് എനിക്കിത് ഈ വാച്ച്, സാധാ വാച്ച്, അനിയനും ഒരു വാച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് അനിയൻ്റെ വാച്ച് ഇതാണ് കേട്ടോ. പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അനിയൻ്റെത്. എൻ്റെ ബോട്ടിൽ ഒരിത്തിരി പിങ്കിഷ് ആയിട്ടുള്ള ഈ ബോട്ടിലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ആ ബോട്ടിൽ ഞാൻ കുറേ നേരം കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരിത്തിരി എസ്തറ്റിക് ആയിട്ടുള്ളതുകൊണ്ട് വെറുതെ വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇരുന്നതാണ്. പിന്നെ ഈ കവറിൻ്റെ അകത്ത് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ ക്ലിപ്പ് നല്ല രസമില്ല, എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കുറേ സാധനങ്ങൾ, ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ ആ വീഡിയോസൊക്കെ എൻ്റേത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരും വീഡിയോയിൽ പറ്റുമെങ്കിൽ നമ്മളതൊക്കെ കാണിക്കാം. പിന്നെ ഇത് ഞാൻ വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ്. സ്കൂളിലേക്ക് ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തു. അതാകുമ്പോൾ എനിക്ക് കുറച്ച് പ്രിൻറ്റ് ചെയ്യാൻ, സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാ ഒരു ബ്ലേഡ് എടുത്തിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സ്കൂളിലത്തൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി സ്റ്റിക്കേഴ്സായിട്ട് വെട്ടിയതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ വെറുതെ വെട്ടിയതാണ്, വെറുതെ പ്രിൻറ്റ് ചെയ്തതാണ്. ജേർണലൊക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ച് വെറുതെ പ്രിൻറ്റ് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ കുറേ വ്ളോഗ് കണ്ട് ഞാനിപ്പോൾ വളരെ അഡിക്റ്റഡ് ആണ് കോഫീസിനോടും. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോഫീസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വീഡിയോ ഒന്ന് ക്ലിപ്പ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. പിന്നെ ഈ ഡേ ഇൻ മൈ ലൈഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ബർത്ത്ഡേ ആണ്.
അപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റ് മദ്രസയിലൊക്കെ പോയി. മദ്രസ വിട്ട് വന്നപ്പോൾ ദേ എനിക്ക് എൻ്റെ നാഹിദ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് എനിക്ക് 5 സ്റ്റാറും മാലയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട്. പിന്നെ ദേ ഇന്നൊരു സങ്കടകരമായിട്ടൊരു സംഭവം നടന്ന് അത് ഞാൻ ഈ വീഡിയോയിൽ അവസാനം പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ക്രീം പീസും ആയിരുന്നു. പിന്നെ നമുക്ക് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാനും മിഠായിയൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ സ്കൂൾ വിട്ട് വന്നിട്ട് നമ്മൾ കാണുന്ന കാഴ്ച ദേ ഇതാണ്. ദേ നമ്മുടെ മരമൊക്കെ നമ്മുടെ നെയ്ബർ പറഞ്ഞിട്ട് വെട്ടി. നമ്മുടെ മാംഗോ ട്രീ വെട്ടുമെന്ന് അറിയാമായിരുന്നു, പക്ഷേ ചിക്കു ട്രീ വെട്ടുമെന്ന് അറിയണ്ടായിരുന്നു. അങ്ങനെ അത് സങ്കടം വന്ന് കുറച്ച് കരഞ്ഞ്. അങ്ങനെ ദേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മരമൊക്കെ വെട്ടി ഇപ്പോൾ ഒരു തണലൊക്കെ ഇല്ലാണ്ടായി കിടക്കുകയാണ്. അങ്ങനെ സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അനിയൻ എനിക്ക് ഗിഫ്റ്റ് തന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് ആണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ നോക്കി അവൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. എനിക്കിങ്ങനെ ഭയങ്കര കാശുള്ള വലിയ ഗിഫ്റ്റൊന്നും എനിക്ക് താല്പര്യമില്ല, പക്ഷെ എനിക്ക് കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ദേ ഈ ബോക്സിൻ്റെ അകത്തും അവൻ എനിക്ക് ദേ ഈ ക്യൂട്ടായിട്ടുള്ള ഈ ക്ലിപ്സൊക്കെ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തിരിച്ചിട്ടാണ് കേട്ടോ വെച്ചേക്കണം. അവസാനം ഞാൻ നേരെയൊക്കെ കാണിച്ചു തരും. പിന്നെ നല്ല ക്യൂട്ട് ഹൈലൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഹൈലൈറ്റേഴ്സിന് നല്ല ആവശ്യമായിരുന്നു. കറക്റ്റ് സമയത്താണ് അവൻ വാങ്ങി തന്നത്. പിന്നെ ദേ നമ്മൾ മിഠായിസ് ഉണ്ട്, ചോക്ലേറ്റ്സൊക്കെ, അതൊക്കെ കഴിച്ച്. പിന്നെ ദേ എനിക്കൊരു റിങ്ങും ഒരു ചെയിനും ഉണ്ടായിരുന്നു. രണ്ടും ലവ് ഷേപ്പിലായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ നമ്മൾ മാല തുറക്കാൻ പറ്റുമായിരുന്നു, ആ ലോക്കറ്റ് തുറക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ആ ലോക്കറ്റും നോക്കി. പിന്നെ അതേ മോതിരമൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ദേ ഇങ്ങനെയാണ് കേട്ടോ ശരിക്കും ഇതുണ്ടായിരുന്നത്. അങ്ങനെ ദേ മോതിരമൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.